കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിനി അംബിക മംഗളൂരുവിലെ ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് അംബിക മരിച്ചത്. സംഭവം ചികിത്സാ പിഴവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഗർഭപാത്രം നീക്കം ചെയ്യാനായി കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് അംബികയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശസ്ത്രക്രിയ കഴിഞ്ഞതിന് പിന്നാലെ ശ്വാസതടസ്സമുണ്ടാകുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്തു. സ്കാനിംഗ് നടത്തിയ ശേഷം വീണ്ടും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അവർ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചെറുകുടലിന് അവർ ഉപയോഗിക്കുന്ന കീഹോൾ ഉപയോഗിക്കുന്ന ആയുധം കൊണ്ട് കട്ടായിപ്പോയി. ചെറുകുടൽ കട്ടായിപ്പോയി. അപ്പോൾ ചെറുകുടൽ കട്ടായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റെല്ലാം ഫുള്ള് വെളിയിൽ വന്നു. അപ്പോൾ അത് കൂടുതൽ ഫുള്ള് വയറിൽ ഇൻഫെക്ഷനായി. അത് കുറച്ച് സീരിയസ് ആയി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കഴിഞ്ഞാലും മനസ്സിലാകുമായിരുന്നു. മാർച്ച് 5-ന് പുലർച്ചെയാണ് അംബിക മംഗലാപുരത്തെ ആശുപത്രിയിൽ മരിച്ചത്. ഡോക്ടർമാരുടെ അശ്രദ്ധയാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്കിടെ ചെറുകുടലിനേറ്റ മുറിവിലൂടെ അണുബാധ ഉണ്ടാവുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ മംഗളൂരു പാണ്ഡേശ്വര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. വേറൊരു പെൺകുട്ടിക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഇല്ലാതെ ഇരിക്കണം. ആ രീതിയിലൊരു നിയമ നടപടിക്ക് തന്നെ കുടുംബാംഗങ്ങൾ, നാട്ടുകാർ നമ്മളൊക്കെ ഇതിന് പോകും. ചെറുവത്തൂരിലെ ജ്വല്ലറിയിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്തു വരികയായിരുന്നു അംബിക. ന്യൂസ് 18 ചെറുവത്തൂർ.